മുൻപ് LDF ഉണ്ടായിട്ടുണ്ട്, പിന്നെ UDF, ഇപ്പോൾ NDA നിൽക്കുന്നു. ഏത് മുന്നണിയിൽ നിൽക്കുമ്പോഴാണ് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം താങ്കൾക്ക് കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത്? അതുപോലെ സാർ ഇതിങ്ങനെ മാറി മാറി കളിക്കുമ്പോഴേ ജനങ്ങൾക്കിടയിൽ അതൊരു വിശ്വാസത്തിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാറി മാറി കളിക്കുമ്പോൾ പയ്യെ കൊണ്ട് അങ്ങ് പ്ലേസ് ചെയ്യുക. അവിടെ ചാടി ഇവിടെ ചാടി അങ്ങോട്ട് ചാടി എന്ന് അങ്ങ് പ്ലേസ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കറക്റ്റായിട്ട് പറയാം. LDF ഇട്ടപ്പോഴാണെന്നറിയാമോ? മതികെട്ടാൻ കൊള്ളക്കെതിരെ PC സംസാരിച്ച് ആ മതികെട്ടാൻ കൊള്ള ശരിയാണെന്ന് തെളിഞ്ഞ് ആ മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ച് കൂടെ PC പുറത്താക്കി. PC കുറ്റക്കാരനാണോ? അല്ല. ഇനി UDF പുറത്തായത് എപ്പോഴാണെന്നറിയോ? KM മാണി പ്രതിയായിട്ടുള്ള ബാർ കോഴയ്ക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ. അത് തെറ്റാണോ? പറയുമ്പോൾ PC അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട്. PC എന്ന് ശരിയുടെ പക്ഷത്തായിരുന്നു. ജോസഫ് ഗ്രൂപ്പ് പിളർന്ന് സെക്കുലർ ഉണ്ടായി. എന്തിനാ? +2 അഴിമതിക്കലിൽ പാർട്ടി ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പാർട്ടിക്കുള്ളിൽ പറഞ്ഞിട്ട് നടപടിയില്ലാതെ വന്നപ്പോൾ അന്നത്തെ മുന്നണി നേതൃത്വത്തിന് പുള്ളി കത്തയച്ചു. അവിടെയാണ് PC അവിടെ നിന്നും പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടായത്. പുള്ളി എവിടെ നിന്ന് പോയതല്ല, പുള്ളി എല്ലായിടത്തും പുറത്താക്കിയതാണ്. നമ്മൾ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ മോദി ചോദ്യം ഉദ്ദേശം ക്ലിയർ ആയില്ലേ? അതായത് പ്രധാനമന്ത്രി ആ ഒരു അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ 3 സംസ്ഥാനങ്ങള് സ്വതന്ത്രമാവുന്നുള്ള ഒരു പ്രസ്താവന 100%. ഒരു ദിവസം നരേന്ദ്രമോദി BJP കേന്ദ്രത്തിൽ നിന്നും അധികാരത്തിൽ മാറി നിൽക്കേണ്ട 24 മണിക്കൂർ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയിൽ 3 രാജ്യങ്ങൾ, ഇന്ത്യ മഹാരാജ്യം പിളർന്ന് 3 രാജ്യങ്ങളുണ്ടാകും. അതിലൊന്ന് കേരളമായിരിക്കും, ഒരു സംശയം. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ റാഡിക്കൽ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകഞ്ഞിട്ടില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടുത്തെ കോൺഗ്രസ് ഡെമ്മിയാണ്, CPM ഡെമ്മിയാണ്. ഇതൊക്കെ മുമ്പിൽ നിൽക്കുന്നുള്ളൂ, പുറകിൽ വേറെ ശക്തികളാണ്. ഇതിനെ പ്രതിരോധിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. അവിടെ ആ താടിയുള്ള അപ്പൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇതിങ്ങനെ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.